ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാട്ടിൽ ഊണ് കഴിക്കാൻ പോകണം കേട്ടോ. എല്ലാവരും നാട്ടിൽ ഊണ്, വീട്ടിൽ ഊണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കാട്ടിലെ ഊണാണ്. അപ്പം പോകുന്ന സ്ഥലത്ത് കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പം അവിടെയാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഫോറസ്റ്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് നടന്ന് പോയാൽ മതി. അപ്പം നമുക്ക് പോകാം. ബാ. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് താഴോട്ട് വന്നു കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടെയാണ് പോകുന്നത്. കാട്ടിൻ്റെ നടുവിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ചെല്ലുമ്പോൾ മെയിൻ റോഡാണ്. അവിടെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെ പേടിക്കണം നമുക്കങ്ങനെ പോകുന്നതിന്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ ഒരു വീഡിയോയിൽ ഈ ഒരു സ്പോട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വെള്ളച്ചാട്ടം. കണ്ടവർക്കറിയാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഒത്തിരി ദൂരമൊന്നും നടക്കാനില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടന്നു പോയാൽ മതി. അമ്മ ഇതുവഴിയാണ് കേട്ടോ നടന്ന് പോകുന്നത്. രാവിലെ പോകുന്നതും വൈകിട്ട് വരുന്നതൊക്കെ. ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ വണ്ടി വിളിച്ചിട്ട് ഓട്ടോയിലൊക്കെ പോയിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്പോട്ടിൽ കറക്റ്റ് നമ്മളിവിടെ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്പോട്ട് കാണുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഒന്ന് നിൽക്കും. ഇവിടെ കാലൊക്കെ കഴുകിക്കൊണ്ട് ഋതു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഋതുവിൻ്റെ ചെരുപ്പ് ഊരിപ്പോയി. അങ്ങനെ ചേച്ചിമാരുടെ കൈയും പിടിച്ചുകൊണ്ട് ഋതു നടന്നു പോകുന്നുണ്ടോ. ഇപ്പോൾ ഇവിടെ മൊത്തം ഫോറസ്റ്റാണ് കേട്ടോ. ഇവിടെ ഇപ്പം റബ്ബറിൻ്റെ കൃഷി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം വീടുകളുണ്ട്, കുറേ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അങ്ങനെ കുറേ നടന്നപ്പം ചേച്ചി അങ്ങ് എടുത്തു ഋതുവിനെ. കാരണം ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി പോകണമല്ലോ. അതുകൊണ്ട് അവൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അവൾക്ക് ഇങ്ങനത്തെ ഉള്ള വഴികളൊന്നും നടന്ന് ശീലമില്ലല്ലോ. അതുകൊണ്ട് ദൈവം എടുത്തുകൊണ്ട് പോകുന്നുണ്ടേ. ഇത് കറണ്ട് കമ്പിയാണ്. നമ്മുടെ ആനയൊക്കെ ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് കമ്പി കെട്ടിയേക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ ആരും അതിക്രമിച്ച് കയറാണ്ടിരിക്കാൻ. കാരണം ഫോറസ്റ്റിൻ്റെ ആയതുകൊണ്ട് അവിടെ ഈ തേക്കിൻ്റെ കൃഷിയാണ്. അവിടെ ഫുള്ള് കാണുന്നതെല്ലാം തേക്കാണ് കേട്ടോ. ഇപ്പം ഇവിടെ കറണ്ടൊന്നുമില്ല. നൈറ്റ് മാത്രമാണ്. ഒരു സമയം 6 മണിയോ 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരവിടെ ലൈറ്റ് അതിൻ്റെ വൈദ്യുതി ഓണാക്കത്തുള്ളൂ. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ. ഇതാണ് പഞ്ചായത്ത് നമ്മുടെ തണ്ണിത്തോട്. താലൂക്ക്, ബ്ലോക്കും ജില്ലയും എല്ലാം എഴുതിയിട്ടുണ്ട്. വാർഡും എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് താഴോട്ട്, അപ്പോൾ ആ സൈഡിലൊക്കെ വീടുകളുണ്ട്. അപ്പോൾ അവരങ്ങ് നടന്നങ്ങ് പോയി. ഞാൻ ബാക്കിലുണ്ടെന്നുള്ള രീതിയിൽ. ഇതേ കണ്ടോ, ഇപ്പോൾ ഇവിടെ കറണ്ടില്ല. നമ്മൾ ആ വൈകുന്നേരം സമയത്തേ കറണ്ടൊക്കെ ഇടുള്ളൂ. പകലൊന്നും ഇടില്ല. കാരണം എല്ലാ ആൾക്കാരും ഒക്കെ നടന്ന് വരുന്ന ഒരു വഴിയായതുകൊണ്ട്. ഇവിടെ ഒരു തോട് പോലെയുണ്ട്. ഇവിടെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വെള്ളമാണ്. ഇതുവരെയൊന്നും നമുക്ക് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനൊന്നും പറ്റില്ല. ഇപ്പം വലിയ വെള്ളം മഴയൊന്നും ഇല്ലാണ്ട് കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി വെള്ളം കുറവ്. അല്ലാണ്ടൊന്നും ഈ സമയത്തൊന്നും നമുക്ക് പോകാനേ പറ്റില്ല. കാരണം നല്ല വെള്ളമൊക്കെ ആയിരിക്കും. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു തോടുകളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അങ്ങനെ ഋതുപ്പന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ നടന്ന് വരാൻ. ഇതൊന്നും അവൾ എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുണ്ടും പൊക്കിക്കൊണ്ട് ചാടി വരുന്നുണ്ട്. ഉടുപ്പും പൊക്കിക്കൊണ്ടാണ് കേട്ടോ. ആള് വെള്ളം കണ്ടാൽ അപ്പം ഉടുപ്പ് പോക്കും. പിന്നെ താത്തിയിടാൻ പറഞ്ഞപ്പോൾ താത്തിയിട്ടിട്ട് വരുന്നുണ്ട്. നീണ്ടോ 2 സൈഡും തേക്ക് കൃഷിയാണ് കേട്ടോ. നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുന്ന ടൈമിൽ ഇത് പകുതി വെച്ചിട്ടേ ഉള്ളൂ. അവർ തൈ കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. നട്ടിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത് നട്ടത് ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കാണുന്ന വഴിയില്ലേ, നമ്മൾ അവിടെ വരെ പോകണം കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരു വളവ് കഴിയുമ്പോഴത്തേനും മെയിൻ റോഡാണ്. കൃഷി അവങ്ങ് ദൂരേന്ന് തൊട്ടുണ്ട് കേട്ടോ തേക്ക് വെച്ചിരിക്കുക. എന്തോരം പ്രയാസപ്പെട്ട് കാണുമല്ലേ ഇവിടെ പണിതവർ. വെയിലത്തൊക്കെ നിന്ന് എന്തോരം തൈകൾ അങ്ങ് കാണുന്ന ആ മലയുടെ അവിടെ തൊട്ടേ വെച്ച് വരുന്നതായിരുന്നു ഈ തേക്ക്. അങ്ങനെ ആ സമയത്തൊക്കെ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം തെളിച്ചിട്ടിട്ട്, തൈയൊന്നും വെച്ചിട്ടില്ലല്ലോ, ഇത്രയൊന്നും വളർന്നിട്ടില്ല കാടൊന്നും. എല്ലാം തെളിച്ചിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഇതുവഴി പോകുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. രാവിലെയൊക്കെ നല്ല മഞ്ഞും ഒക്കെ ഇങ്ങനെ വീഴുന്നത് കാണുമ്പോൾ നല്ല രസമായിരുന്നു. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇതുവഴി ഞങ്ങൾ ആറ്റിൽ പോകുമായിരുന്നു. അന്നേരം ഇവിടെയൊക്കെ വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ നമ്മൾ ഉണക്ക് വരുന്ന സമയത്ത്. അതായത് ഫെബ്രുവരി മാർച്ച് ടൈമിലൊക്കെ ഉണക്ക് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. അപ്പോൾ ഞങ്ങൾ
തുണി നനയ്ക്കാനൊക്കെ ഇതുവഴിയാണ് ആറ്റി പോകുന്നത്. അന്ന് ഇവിടെ ഈ എക്കോ ടൂറിസം ഒന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ അവിടേക്കായിരുന്നു പോയി അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കണ്ടോ, അതാണ് മെയിൻ റോഡ്. വണ്ടി പോകുന്ന കണ്ടില്ലേ, അത് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ. അപ്പം ആ സമയത്ത് അപ്പോൾ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് സ്കൂളിൽ നിന്നൊക്കെ ഓട്ടോ എപ്പം പെട്ടെന്ന് ആറ്റി പോകണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, അവളും ഞാനും കൂടി സ്കൂൾ വിടുമ്പോഴേ പെട്ടെന്ന് ഓടി വീട്ടിൽ വരുന്നത് ആറ്റി പോകാൻ. അങ്ങനെയൊക്കെ ഇതുവരെ ഇഷ്ടം പോലെയൊക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കുട്ടവഞ്ചേരി വന്നു, അടവി എക്കോ ടൂറിസം, അവിടെ ഇതുപോലെ ഫോറസ്റ്റിൻ്റെ കഫേ എല്ലാം വന്നതിന് ശേഷം അങ്ങനെ ആരും പോകത്തില്ല. എന്നാലും നല്ല ഉണക്ക് വരുന്ന സമയത്ത് ആൾക്കാർ പോകുന്നവരുണ്ട് തുണിയൊക്കെ അലയ്ക്കാൻ. ഇതേ നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ. വണ്ടി വരുന്നുണ്ട്. ആ കയറി വരുന്ന റെഡ് കാറില്ലേ, അതിലിരുന്ന് രണ്ടുപേര് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഓൺ അടിച്ചിട്ട് ഹായ് കാണിച്ചു കേട്ടോ. പക്ഷെ ഞങ്ങൾക്കത് കിട്ടിയില്ല. അപ്പോഴത്തേക്കും എങ്ങനെയോ വീഡിയോ പോസായിപ്പോയി, ബട്ട് കിട്ടിയില്ല. അങ്ങനെ ചേച്ചിമാരുടെ കൈയും പിടിച്ചുകൊണ്ട് വന്ന ആൾ അവിടെ അങ്ങ് ബാക്കിലോട്ട് പോയപ്പം തിരിഞ്ഞു നോക്കുകയാണ് ആൾ അവരെന്ത് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഞാനും ഋതുവും കൂടി നടന്നിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കടയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ ഒത്തിരി ദൂരം വന്നതുപോലെ തോന്നും, പക്ഷെ ഒത്തിരി ഒന്നും ഇല്ല, ഞങ്ങൾക്കിത് കുറച്ച് ദൂരമാണ്. ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ചിലപ്പോൾ അത് കുറച്ചൊരു ലോങ് ആയിട്ട് തോന്നുമായിരിക്കും. അങ്ങനെ ഞാനും ഋതുവും കൂടി നടന്നു പോകുന്നുണ്ട് കേട്ടോ. ദേ അവിടെ ഒരു തോടുണ്ട്. ഇവിടെയൊക്കെ കൂടുതൽ ഇങ്ങനെയാണ് തോട്, കുഞ്ഞു കുഞ്ഞു തോടുകളൊക്കെ കാണാൻ പറ്റും. ഈ തോട് പോകുന്നത് നമ്മുടെ ആറ്റിലോട്ട് ചെന്ന് ചേരുവാണേ. നോക്കുന്നുണ്ട്, ആ കാണുന്നതാണ് ഗീസ് നമ്മുടെ കട. അതെ, വരുന്നവരും പോകുന്നവരും മൊത്തം ഓടിക്കുക. വൈൽഡ് ലൈഫ് കോറിഡോർ ഡ്രൈവ് വിത്ത് കെയർ, കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ, കോന്നി റേഞ്ച്. ഇതുവഴിയൊക്കെ നന്നായിട്ട് ആന ഇറങ്ങി വരുന്ന സ്ഥലമാണ്. പുതിയ പിടിച്ചോ. ഇതുവഴിയൊക്കെ സഞ്ചാര കേന്ദ്രമാണ്. ഇപ്പം പകൽ സമയത്തൊന്നും വരില്ല, കാരണം വണ്ടിയൊക്കെ എപ്പോഴും പോകുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ വരില്ല. ചില സമയത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി രാവിലെ അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ അപൂർവമായിട്ട് ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ കഫേ, അതായത് നമ്മുടെ കാട്ടിലെ ഊണിൻ്റെ കട. അവിടെയാണ് കേട്ടോ അമ്മ വർക്ക് ചെയ്യുന്നത്. കാടിൻ്റെ നടുത്ത് നല്ല രസമല്ലേ കാണാൻ, രണ്ട് സൈഡിലും കാട്, അതിൻ്റെ ബാക്കിലായിട്ട് ആറ് വരുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന സൈഡിൽ കാണുന്ന ബോർഡാണ് അവരുടെ ആ ഒരു കഫേയുടെ പേര്, ആരണ്യകം എക്കോ കഫേ. കേരള വനം വന്യജീവി വകുപ്പ്, കോന്നി വനവികസന ഏജൻസി, ഇലമുള്ളും ബ്ലാക്കിൽ വനസംരക്ഷണ സമിതി, ആരണ്യകം എക്കോ കഫേ. നല്ല പേരല്ലേ ആരണ്യകം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നുകൂടെ വിളിപ്പിച്ചിട്ടില്ല ഇതേന്ന്. ഋതു ഇവിടുന്നേ ലതീന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അമ്മമ്മയെ ഇവിടുന്നേ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഇത് ബാംബു ഹട്ടിലോട്ട് പോകുന്ന സ്ഥലമാണ്. ബാംബു ഹട്ട് അറിയാലോ, മുളയും കൊണ്ടുള്ള മേളിലൊക്കെ അങ്ങനെ താമസിക്കുന്ന അവിടെ സ്റ്റേ ഒക്കെ ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിൽ അങ്ങനെയൊന്നും അവിടെ കയറ്റി വിടില്ല, അറിയാവുന്നവരോടൊക്കെ കൂടെ ചെന്നാലേ കയറ്റി വിടുള്ളൂ. നോക്ക് ബാമ്പ, ഓണടിച്ചിട്ട് വരല്ലോ. ഓടിയില്ലാതെ കണ്ടേ കൊച്ചിനെ തെറിച്ചിട്ട് നമ്മുടെ കഫേ, നമ്മുടെ കാട്ടിലൂടെ കഴിക്കാനാണ് നമ്മുടെ കഫേ. ഇവിടെ വേറെ ഒത്തിരി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വനഭൂമിയാണ്, അനധികൃത പ്രവേശന ശിക്ഷാർഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആനയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണെന്ന് പറഞ്ഞിട്ട് സൈഡിലൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. എഴുതിയേക്കുന്നു കാട്ടിലൂണ്. അങ്ങനെ 3 പേരൂടെ പെട്ടെന്ന് തന്നെ കടലിലോട്ട് കയറി പോകുന്നുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ.
അതുകൊണ്ട് ഊണുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, തിരക്കില്ലാത്തതുകൊണ്ട്. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാം. നിങ്ങളുടെ വീഡിയോ ഇല്ലാത്ത യൂട്യൂബ് ചാനലൊന്നും ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. എല്ലാത്തിനകത്തും ഇവിടെ ഉണ്ട്. ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ അമ്മ. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരാണ് കേട്ടോ, നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉള്ളവരാണ്. ഈ 3 പേരും കൂടെ വേറെ 3 പേര് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല കമ്പനിയുള്ള ആൾക്കാരാണ്. അതെന്താ തീർന്നുപോയി. അങ്ങനെ കാട്ടിലൂണ് കഴിക്കാൻ വന്നപ്പം അവിടെ തീർന്നു പോയി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീർന്നു കേട്ടോ. അവിടെ തിരക്കില്ലാണ്ടിരുന്നപ്പം തന്നെ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ ഊണ് കാണില്ലെന്ന്. അങ്ങനെ ഇത് ഞങ്ങൾ കൊട്ടവഞ്ചിയിലോട്ട് വന്നു. അതായത് നമ്മുടെ അടവി എക്കോ ടൂറിസം എന്നാണ് പറയുന്നത്. നല്ല ഫേമസ് ആണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാരും അല്ലാത്ത വെളിയിൽ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ബസ്സിന് വന്നിറങ്ങുമായിരുന്നു. അമ്മയുടെ അവിടുന്ന് കടയിൽ നിന്ന് കയറിയിട്ട് ബസ്സിന് വന്നിറങ്ങി. നടന്ന് വരാൻ പറ്റും, പക്ഷേ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ ബസ്സിന് കയറി ഇവിടെ വന്ന് ഇറങ്ങുമായിരുന്നു. ഇത് പാലമാണ് കേട്ടോ. ഇവിടെ പറയുന്നത് തണ്ണിത്തോട് മൂടി എന്നാണ് നമ്മുടെ സ്ഥലപ്പേര് പറയുന്നത്. ഇതുവരെ പോകുന്നതിൻ്റെ താഴെ കൂടെ പോകുന്നത് നമ്മുടെ കല്ലാറാണ്. ഇവിടെയാണ് കേട്ടോ കുട്ടവഞ്ചിയൊക്കെ വരുന്നത്. ഇതുവരെയെല്ലാം കുട്ടവഞ്ചിയും കൊണ്ടൊക്കെ പോകുന്നതാണ്. നല്ല ഒഴുക്കുണ്ടായിരുന്നു. മഴയായതുകൊണ്ടായിരിക്കും നല്ലതായിട്ട് ഒഴുക്കുണ്ടായിരുന്നു. നീന്തലൊക്കെ അറിയാതെ പാറമുണ്ട കയറിയിരിക്കുവായിരുന്നു. എന്നാലും പേടിക്കുന്നേ, താഴ്ത്ത് നോക്കിയാൽ തന്നെ പേടിയാ. നീന്തലൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർക്കൊന്നും പ്രശ്നമില്ല. ഞാൻ കൈ കഴിച്ചു അപ്പേനെ. മാറ്റടി. റിതുവിന് എന്തോ നല്ല മൂഡ് ഓഫ് ആയിരുന്നു. കാരണം അവിടെ നിന്ന് അമ്മമ്മ ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, പനി വന്നാലോ എന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഇവിടെ വന്നപ്പം പിന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ ആളുടെ ഫേസൊക്കെ വെള്ളമുണ്ടായി. എന്നാൽ ഞാൻ ഓർത്ത് എന്നും വെള്ളമല്ലോ, ഒന്ന് മേടിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോയതാണ് കേട്ടോ. അമൂലിൻ്റെ ആയിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഐസ്ക്രീമും തണുത്തതൊന്നും കൂടുതലും അങ്ങനെ നമുക്ക് കൊടുക്കാറില്ല. എനിക്ക് പേടിയാണ് പനി വരുമോ എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേന് ആൾ വളരെ ഉഷാറായി. അങ്ങനെ 3 പേരോടെ കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇതുവരെയാണ് കേട്ടോ നമ്മൾ കുട്ടവഞ്ചിയിലോട്ട് പോകുന്നത്. കുറച്ച് ദൂരം നടന്ന് ഈ കാണുന്ന വളവോടെ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു വളവും കൂടെ ഉണ്ട്. ആ വളവോടെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേനാണ് നമ്മുടെ കുട്ടവഞ്ചി. വിധുവാ, ഐസ്ക്രീം കൊള്ളാമോ? സൂപ്പറാണോ? സൂപ്പറാണോ? സമയത്തൊക്കെ ഞങ്ങൾക്ക് ഗോളായിരുന്നു. ഐസ്ക്രീമിന് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഗോൾ അടിക്കുന്നത് ദേവന. വേണ്ട, നല്ല വെള്ളം. ഇതുവഴി കല്ലാറ് പോകുന്നുണ്ട്. അവിടെ നിന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് അതിന് കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ടും കാടൊക്കെ കയറിയുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റില്ല. അതുവഴിയും ഇങ്ങനെ പോകുന്ന സൈഡാണ്. ആ സൈഡിൽ കൂടിയാണ് നമ്മുടെ കല്ലാറ് ഒഴുകി പോകുന്നത്. ഫൈനലി നമ്മൾ കുട്ടവഞ്ചിയിൽ വന്നു. ആ കാണുന്നതാണ് കേട്ടോ കുട്ടവഞ്ചി. 3 പേരും കൂടി നടന്നു വരുന്നതേ ഉള്ളൂ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടവഞ്ചി സവാരി മുണ്ടോമുഴി എന്നൊക്കെ പറഞ്ഞിട്ട്. ആകെ കുളമായിട്ടിരിക്കുന്നല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ആൾക്കാർ നിൽക്കുന്ന കണ്ടില്ലേ, അങ്ങോട്ടാണ് ഇറങ്ങി പോകേണ്ടത്. നേരെ പോയാൽ മണ്ണീറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഇഷ്ടംപോലെ നമ്മൾ ഒരു ഗ്രാമമാണ്. അവിടെ ഇഷ്ടംപോലെ വീടുകൾ, പള്ളി, കടകൾ, അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഫോറസ്റ്റ് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ വീടുകളും കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ.
ഇവിടെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താരിഫ് നമ്മൾ കുട്ടവഞ്ചി കയറുന്നതിന് എത്രയാണെന്നും എപ്പോഴാണ് ഓപ്പണിങ് എന്നാണ് ക്ലോസ് ഉള്ളത്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മാപ്പും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു കഫേയാണ് കുഞ്ഞത്. ഇവിടെ ഊണും കാര്യങ്ങളും, രാവിലത്തെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ഫുഡ്, വൈകുന്നേരം ചായ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടുത്തേത്. ഇവിടുത്തെയും നമ്മുടെ അമ്മ നിൽക്കുന്ന കടയിലും മോശമൊന്നുമല്ല, ഇവിടുത്തെയും മോശമൊന്നുമല്ല. ഇവിടെ ഞാൻ പണ്ട് വന്നിട്ട് കഴിച്ചിട്ടുള്ളൂ, കുറേ നാളായിട്ടൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. ഇത് നമ്മുടെ കൊട്ടവഞ്ചി വന്ന സമയത്തൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല വൈബാണ്. അതുകൊണ്ട് ഇതാണ് കുട്ടവഞ്ചി. ഇതിലാണ് ആൾക്കാർ ഇരുത്തിക്കൊണ്ട് പോകുന്നത്. ഇത് പുതിയതായിട്ടൊക്കെ പണിത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ അടിയിലൊക്കെ പെയിൻറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. I love ecotourism. I love ecotourism. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടവഞ്ചിയിലോട്ട് കയറുന്ന സ്പോട്ട്. ഇവിടെയാണ് കേട്ടോ ആൾക്കാർ വന്നിട്ട് കുട്ടവഞ്ചിയിലോട്ട് കയറ്റുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആറ്റിലൊക്കെ വന്നിട്ട് ഇറങ്ങാനും കളിക്കാനും ഒക്കെ. പണ്ടൊക്കെ നമ്മളിങ്ങനെ ആറ്റിലൊക്കെ വന്ന് കളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെയൊന്നും വരാറൊന്നുമില്ല. ഇവിടെ കുറേ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും ഇതൊക്കെ. ഞങ്ങൾ പണ്ട് തൊട്ടേ കൊച്ചിലെ തൊട്ടേ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ കളിക്കുകയും ചാടി ഓടുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് തോന്നത്തില്ല. പക്ഷേ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പം അത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് കൊട്ടവഞ്ചി പോകുന്ന കണ്ടില്ലേ, ഇപ്പം മേളിലോട്ടാണ് പോകുന്നത്, ഇപ്പം താഴോട്ട് പോകുന്നില്ല. കാരണം ഒഴുക്ക് കൂടുമ്പം താഴോട്ട് പോകത്തില്ല, മേളിലോട്ട് മാത്രമേ പോകത്തുള്ളൂ. കൈ പിടിച്ചു അവിടെ മതി. അയ്യോ ഇരിക്കല്ലേ കേട്ടോ. ഇതുവഴി കൊട്ടവഞ്ചി പോകുന്ന കണ്ടോ, ആൾക്കാർ കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ രണ്ടുപേരും ക്ഷീണിച്ചു കേട്ടോ. ഇവിടെ പക്ഷെ ഒരാൾ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടുത്തെ കഫേയിലെ പാട്ട് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പം എല്ലാവർക്കും ഊഞ്ഞാലാടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അത് ലക്ഷ്യമാക്കി നടന്നു. ഋതുപ്പൻ ഓടി പോകുന്നുണ്ട് ഊഞ്ഞാലിൻ്റെ അടുത്തോട്ട്. എല്ലാവരെയും മാറ്റിയിട്ട് ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലാടി. കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഇങ്ങനെ ഊഞ്ഞാൽ കാണുന്നതും ആടാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടുന്നത്. അതുകൊണ്ട് ഞാനത് നന്നായിട്ട് മുതലാക്കി.
അങ്ങനെ ഋതുവിനെ എടുത്ത് ചേച്ചി കുറച്ച് നേരം ആടാൻ തുടങ്ങി. ഋതുവിന് ആടാൻ ഭയങ്കര ആഗ്രഹം, അതുകൊണ്ട് ചേച്ചി എടുത്ത് വെച്ചിട്ട് അല്ലാണ്ട് അവളെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് അവിടുന്ന് ബസ് കയറി അമ്മയുടെ അടുത്ത് വന്നു. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് ചായ കൊണ്ടു തന്നു. അപ്പോൾ ചായ കൊണ്ടു തന്നതിന് ശേഷം അവിടെ കഴിക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല. ഇത് നമ്മുടെ സുഖിയനുണ്ട്. അപ്പോൾ ഋതുവിന് വേണമെന്ന് പറഞ്ഞു സുഖിയൻ. അപ്പോൾ അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയേക്കുവാണേ. അങ്ങനെ ഋതു അവിടെ നിന്ന് സുഖിയും കഴിക്കുന്നുണ്ട്. എന്നിട്ട് ചേച്ചിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടോ വേണമെന്ന് ചോദിച്ചു. അപ്പം ചേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആളതെടുത്തങ്ങ് അകത്താക്കി. എന്നിട്ട് എല്ലാം ചോദിക്കുന്നുണ്ട്, ചായ വേണ്ട, പാപ്പം വേണ്ട, എല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചി ചായയൊക്കെ പിടിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇവളോടാണ്, തമ്പുരുവിനോടാണ് കേട്ടോ. ഋതുവിനെ ഭയങ്കര കൂട്ടാണ്. അങ്ങനെ ഒരാളെ കിട്ടി. എൻ്റെ വീഡിയോസൊക്കെ ആൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാണ്. എന്തോ കഴിക്കുന്നേ? നെല്ലിക്കയോ? ഉപ്പിലിട്ട നെല്ലിക്ക അമ്മമ്മ കൊണ്ട് കൊടുത്തു. അപ്പം സുഖിയൻ കഴിക്കുന്നത് നിർത്തിയിട്ട് ഉപ്പിലിട്ട നെല്ലിക്ക കഴിക്കുവാണേ. അവിടെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ചെന്നിട്ട് കൊട്ടവഞ്ചി ചെന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വൈൻഡപ്പിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും ഫോൺ ഓഫായി പോയി ഗൈസ്. അതുകൊണ്ട് നമുക്ക് വൈൻഡപ്പിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓർത്ത് തന്നെ ഞങ്ങൾ എടുത്ത് കുറച്ച് ഫോട്ടോസ് ഇട്ടിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ, ബൈ ബൈ.